ഇതൊരു പ്രവചനമായിട്ട് ആരും എടുക്കണ്ട. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ അല്ല, ഞാനിപ്പോൾ ഒരു സന്ധ്യാസമയത്ത് എൻ്റെ പ്രാർത്ഥനയിലോട്ടൊക്കെ ഇരിക്കാൻ ഞാൻ ഒന്നുകൂടെ ഗൗരവമായിട്ടത് കണ്ടതിനെ മനസ്സിലാക്കി ഞാനത് കൃത്യമായി പറയാം. പക്ഷേ എങ്കിലും എൻ്റെ രൂപം പറയുകയാണ്, ഞാനിത് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ അല്ല ഇന്ത്യൻ മിലിറ്ററിയെ ഞാൻ ഒന്ന് സഹായിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഒരു വാക്കൊരു പക്ഷേ അത് പെടട്ടെ എന്ന് കരുതി, അവരുടെ പെടട്ടെ എന്ന് കരുതിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പം എൻ്റെ ശ്രദ്ധയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് മുകളിൽ നിന്ന് ഇടിച്ചു വരുന്നത് കണ്ടിട്ട് ഒരു പക്ഷേ ഈ വണ്ടിയുമായി കടന്ന് പോയ വഴിക്ക് ഒന്നിൽ പുഴയിൽ പോകാം, അല്ലെങ്കിൽ അതുകൊണ്ട് നിയന്ത്രണം വിട്ട് പുഴയിൽ പോകല്ലെന്നാണ് അതുകൊണ്ട് പോവാം, അല്ലെങ്കിൽ ആ വിട്ട വഴിക്ക് മറ്റു ഭാഗത്തു നിന്ന് മല വന്ന് ഇടിച്ച് താന്ന് അത് അപാരമായ ഗർത്തത്തിൽ പോയേക്കാം. അതൊരു വലിയ അപാരമായ ലോറിയേക്കാൾ വലിയൊരു വസ്തുക്കൾ, പാറയോ കല്ലോ എന്തെങ്കിലും വന്നത് മൂടപ്പെട്ടിരിക്കാം. അത് മലന്ന് കിടക്കുന്ന ഒരു പൊസിഷനിൽ പോലെ തോന്നുന്നു. പക്ഷേ ലോറിയുടെ രീതിയെ പോലും ഒക്കെ ഇതായിട്ട് ഉള്ളതാണ് അങ്ങനെ സംഭവം. ഇവരെ അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ശ്രദ്ധ വെച്ചിരിക്കുന്ന ഇടത്തു നിന്ന് ഒക്കെ വ്യത്യസ്തമായ ഒരു ഏരിയയാണ് ഒരു പക്ഷേ അത് കാണാൻ സാധ്യതയുള്ളത്. പിന്നെ മാത്രമല്ല, നമ്മളൊരു ആംഗിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് റൈറ്റ് സൈഡിലുള്ള ആ പോയിന്റിൽ, അതായത് ചില വസ്തുക്കൾ അവിടെ ഉണ്ടായിരുന്ന അതിൻ്റെ ഒരു വസ്തുക്കൾ ചിലപ്പോൾ കണ്ടുകിട്ടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അഗാധമായ താഴ്ചയിൽ അതിനെ കണ്ടുകിട്ടാൻ ഒരു പക്ഷേ അതിൻ്റെ ഈ സാറ്റലൈറ്റിലെയും മറ്റൊരു ഇതിലും ശ്രദ്ധയിലായിട്ട് റഡാറിലും കിട്ടാത്തതിൻ്റെ കാരണം ഇത് തന്നെയാണ് കാര്യം അപാരമായ ഗർത്തത്തിൽ അപാരമായ വസ്തുക്കളുടെ അടിയിൽ പെട്ടതുകൊണ്ടാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ജലത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ അതിനോട് അടുപ്പിച്ചുള്ള ഭാഗം ഒന്നിൽ ജലത്തിൽ, ഇതിൽ ഏതെങ്കിലും ഒരു കാരണത്തിലാണ് ഇത് കിടക്കുന്നത്. പക്ഷെ അതിനെ അവിടെ നിന്ന് ഉയർത്താനും എടുക്കാനും ഒക്കെ ഒരു ഭാരമായ പണിപ്പെടേണ്ടതായിട്ട് വരും. അത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഒരു കുടുംബത്തിൻ്റെ ഒരു മനുഷ്യനും അതിനകത്ത് പോയല്ലോ, ആ കുടുംബത്തിന് എന്തുമാത്രം വേദന കാണും, അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് പറയുന്നത്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അതൊരു വഴികാട്ടിയാവുമെങ്കിൽ അവർ ശ്രദ്ധപ്പെടുന്ന, ഞാൻ വലിയൊരു ആളൊന്നുമല്ല, ചെറിയൊരു മനുഷ്യനാണ്. പക്ഷേ ഇത് നല്ലതായ, ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു വസ്തു, ആ ഒരു വസ്തുവിൻ്റെ അവശിഷ്ടങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതിനോടനുബന്ധിച്ച് ചുറ്റിപ്പറ്റിയുള്ള ഒരു അന്വേഷണം അവിടെ നടത്തുക. തീർച്ചയായിട്ടും അത് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒന്നിൽ ഒരു 48 മണിക്കൂർ, ചിലപ്പോൾ അതിന് മുമ്പ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി കൂടെ അങ്ങോട്ട് സമയം പോയിരിക്കും. പക്ഷെ അത് അവിടെ നിന്ന് എടുക്കുന്നത് ഒരു വല്ലാത്തൊരു പരിച്ച പണി തന്നെ ആയിരിക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ എന്തായാലും എല്ലാവർക്കും ഒരു നന്മ വരട്ടെ. അത് ആ പൊസിഷൻ, അതായത് ശരിക്കും പറഞ്ഞാൽ അവിടെ അതിൻ്റെ ഒരു ഡയമീറ്റർ ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ ഡയമീറ്റർ ചുറ്റളവിലുള്ള ഒരു അന്വേഷണം നടത്തും. 1.5 കിലോമീറ്റർ വേണ്ട എങ്കിലും ഞാനൊരു ഊഹം പറഞ്ഞതേ ഉള്ളൂ. 1.5 കിലോമീറ്റർ വളരെ ഇതുണ്ട് എങ്കിലും ഒരു ഊഹം പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി ഒരു അന്വേഷണം നടത്തുക. അപ്പോൾ അത് അത്രമാത്രം നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തുക. തീർച്ചയായിട്ടും ഒരു നല്ല റിസൾട്ട് കിട്ടും. അത് കിട്ടട്ടെ. ഇന്ത്യൻ മിലിറ്ററിക്ക് അതൊരു പേരും പെരുമയാവട്ടെ. അവർക്ക് വേണ്ടി മാത്രം, അവരെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. ആ കുടുംബത്തിനും വേണ്ടി, അല്ലാതെ ഞാൻ ആർക്കും വേണ്ടി, ഒരു രാഷ്ട്രീയക്കാർക്കോ മറ്റാർക്കോ ഒന്നിനും വേണ്ടി, എനിക്കൊരു പേരിനോ പെരുമയ്ക്കോ ഒന്നിനും വേണ്ടിയല്ല. അത് തീർത്തും ഞാൻ പറയുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ. അതിൽ സഹായിക്കുന്ന ഓരോരുത്തർക്കും, അവരുടെ കുടുംബങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ. അതിൽ സഹായിക്കുന്ന എല്ലാ വ്യക്തികളും നല്ലത് വരട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.